യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വചനജ്വാലയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. പ്രിയമുള്ളവരെ, പിതാവിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന യേശു ക്രിസ്തുവാണ്. അവിടെ യേശു ക്രിസ്തു പറയുക, ഞാൻ തന്നെ വഴിയാണ്, എന്നിലൂടെ പിതാവിലേക്ക് എത്താൻ പറ്റും. വഴിയും സത്യം ജീവനും. ഏറ്റവും മനോഹരമായത് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ വഴി കാണിച്ചു തരാമെന്നല്ല, ഞാൻ വഴിയാണ്. അപ്പം ഞാനും പിതാവ് ഒന്നാണെന്ന് പറയുകയാണത്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവമാകുന്ന യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ പാതയിലായിരിക്കണം. ഞാൻ എൻ്റെ വഴിയിലൂടെ നടക്കരുത്. സങ്കീർത്തനം 1:1 പറയുന്നു, ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തതിന് ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഭാഗ്യവാനാകുന്നത്, ഞാൻ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഞാൻ അനുഗ്രഹം പ്രാപിക്കാനുള്ള വലിയ എളുപ്പവഴിയാണ് തമ്പുരാൻ പറഞ്ഞു തന്നെ. സങ്കീർത്തനം 1:1, അതായത് ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കരുത്. അതുപോലെ പാപികളുടെ വഴിയിലൂടെ നമ്മൾ ഒരിക്കലും നടക്കരുത്. അതുപോലെ പരിഹാസരുടെ, നെഗറ്റീവ് ചിന്തയിൽ മാത്രം ജീവിക്കുന്നവരുടെ പീഠങ്ങൾ ഇരിക്കുകയോ അവർ കൂടെ ആകുകയോ ചെയ്യരുത്. അങ്ങനെ ഭാഗ്യവാന്മാരാണെന്ന്. ഒപ്പം തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ, ദൈവം കാണിച്ചുന്ന വഴിയിലൂടെ നടക്കുമെന്ന് പറഞ്ഞത് സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനം എപ്പോഴും ശരിയാവണമെന്ന് അർത്ഥമില്ല. അപ്പോൾ ദൈവം കാണിച്ചുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ കറക്റ്റ് ആവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ശരിയായ വഴിയിലൂടെ ജീവിക്കാനുള്ള മാർഗം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ദൈവവചനത്തിൽ കൂടുതൽ ധ്യാനിക്കുകയും അതിൽ കൂടുതൽ അത് വായിച്ചുകൊണ്ട് ആനന്ദിക്കുകയും ചെയ്യണം. അതായത് നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത് ദൈവവചനം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ സന്തോഷമുണ്ട്. അത് നമ്മളെ ഒരു ധ്യാനത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മുടെ വഴി കറക്റ്റാവും. അതുപോലെ തന്നെ അവൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ആ കൽപ്പനകൾ യഥാർത്ഥ വഴിയാണ്. ആ വഴി നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യും. എങ്കിൽ മറ്റു കാര്യം ചിന്തിക്കുക, എന്താണ് ദൈവത്തിൻ്റെ വഴി? ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ശരിയായ വഴിയാണ്. വീണ്ടും അത് നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴിയാണ്. അത് ജീവൻ്റെ പാതയാണ്. ദൈവം നമ്മെ അവൻ്റെ വഴികൾ പഠിപ്പിക്കുന്നതാണ്. അവൻ്റെ ചേർന്ന് നിന്നാൽ മതി. അതുകൊണ്ടാണ് പറയുന്നുള്ളവരെ, സങ്കീർത്തനം 18:32 പറയുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു, എൻ്റെ മാർഗം സുരക്ഷിതമാകുന്നു. എങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ, എൻ്റെ വഴികളെ നടക്കുവാൻ അങ്ങനെ പഠിപ്പിക്കണമേ. ഒപ്പം നീ പറയണം, സങ്കീർത്തനം 27:1 പറയുന്ന പോലെ, ദൈവമേ, അങ്ങൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം പോകേണ്ട വഴികൾ ദൈവം നമ്മെ പഠിപ്പിക്കും, കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനം 32:8 പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇത്ര മനോഹരമായ വചനമാണ്. ഒന്ന് ഏറ്റവും പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ, സങ്കീർത്തനം 32:8 മനോഹരമായത്. ദൈവം പറയാ, ഞാൻ നിന്നെ ഉപദേശിക്കാം. വീണ്ടും കർത്താവിൻ്റെ വാഗ്ദാനം എന്താ? നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറക്കരുത്,
ശരിയായ വഴിയുണ്ട്, തെറ്റായ വഴിയുണ്ട്. ശരിയെന്ന് തോന്നുന്ന ഒരു വഴിയുണ്ട്, എന്നാൽ അത് തെറ്റായ വഴിയാണ്. അത് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക, അതാണ് ഏറ്റവും നല്ല വഴി. തിരിച്ചറിയണം, പരീക്ഷിച്ചതും യഥാർത്ഥമായ ഒരേ ഒരു വഴിയാണ്. അത് നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കും. ഓർക്കുക, ആ വഴി യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആകുക എങ്കിൽ നീ യേശുവിൽ ധൈര്യപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക. അത് നിന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കും. എങ്കിൽ നമ്മുടെ പ്രധാന പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം. സങ്കീർത്തനം 141:8, എൻ്റെ ദൈവമേ, എൻ്റെ പ്രധാന വഴി എങ്ങനെ ആയിരിക്കണം? പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരണത്തെപ്പറ്റി കേൾക്കട്ടെ. എന്തെന്നാൽ അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവ് അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവസന്നിധിയിലേക്ക് എൻ്റെ ആത്മാവിനെ ഉയർത്തുകയും ദൈവം കാണിച്ചെന്ന വഴി നടക്കുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥ വഴിയായി മാറുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവം കാണിച്ചെന്ന വഴി, പിതാവിലേക്കുള്ള വഴി യേശുക്രിസ്തു. ആ വഴിയിലൂടെ നടക്കുമ്പോൾ അത് നിന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവൻ കൈവരിക്കുന്ന ദൈവം കാണിച്ചെന്ന വഴിയിലൂടെ നടന്നു പോവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്തു, ഈശോയുടെ കൂടെയായി ദൈവത്തിൻ്റെ വഴികളെല്ലാം പഠിച്ച അമ്മേ, ശിഷ്യന്മാരെ പഠിപ്പിച്ച അമ്മേ, ഞങ്ങളെയും പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.